ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ഒരു ജൂൺ മാസത്തിലും അതുപോലെ തന്നെ ജൂലൈ മാസത്തിലൊക്കെ നമുക്ക് ഓവർസിയർ എക്സാമുകൾ വരികയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഓവർസിയർ എക്സാമിന് പ്രയോജനമാകത്തക്ക രീതിയിൽ സർവേ എന്ന ടോപ്പിക്കിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോകാം. സർവേ എന്ന സബ്ജക്റ്റിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം വരുന്നത് നമുക്കൊരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ 20 meter chain was used to measure the length of a lion and was found as 500 meter. Later it was found that the chain was 0.05 meter too long. What is the true length of the lion എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾക്ക് ആൻസറും ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ആൻസർ ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് സ്വന്തമായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് വരാം. നമുക്കിവിടെ പറയുന്നത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ട്രൂ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ചെയിനിൻ്റെ ആക്ച്വൽ ലെങ്ത്, ചെയിനിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അതുപോലെ 0.05 മീറ്റർ ടു ലോങ് എന്നും പറയുന്നുണ്ട്. ആ ഒരു ലെങ്ത് ഓഫ് ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 500 മീറ്റർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുള്ളൂ ചെയിൻ ടു ലോങ് ആണെന്ന് പറയുന്നുള്ളൂ. സോ നമുക്ക് ഇതിൻ്റെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഫോർമുല എന്താണെടാ? ഫോർമുല എന്ന് പറയുന്നത് L = L' ഇൻറ്റു ക്യാപിറ്റൽ L' ബൈ സ്മോൾ എൽ അല്ലേ? ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫോർമുല. ഇതിൽ ഈ ഒരു സ്മോൾ L' എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ L' എന്ന് പറഞ്ഞാൽ മെഷേർഡ് ലെങ്ത് ആണല്ലേ? മെഷേർഡ് ലെങ്തിനെയാണ് സ്മോൾ L' എന്ന് പറയുന്നത്. ക്യാപിറ്റൽ L' എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകറക്റ്റ് ലെങ്ത് ആണ്. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ L എന്ന് പറയുന്നത് ചെയിനിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ്. സ്റ്റാൻഡേർഡ് ലെങ്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ L കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സിമ്പിൾ പ്രോബ്ലമാണ്, വളരെ കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആൻസറിലോട്ട് നോക്കാം. നമുക്കപ്പോൾ ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് നോക്കുമ്പോൾ L' എന്ന് പറയുന്നത് മെഷേർഡ് ലെങ്ത് ആണ്. മെഷേർഡ് ലെങ്ത് ഇവിടെ എത്രയാണ്? 500 ആണ്. ദെൻ അതുപോലെ ക്യാപിറ്റൽ L' എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ ആണ്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം? 20 + 0.05 എന്ന് വരും, ഡിവൈഡഡ് ബൈ ചെയിനിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണല്ലേ? 20 ആണ്. സോ നമുക്കിത് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? ആൻസർ വരുന്നത് 501.25 ആൻസർ വരും. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഫോർമുല ചിലർക്ക് പെട്ടെന്ന് മൈൻഡിൽ കിട്ടത്തില്ല. സോ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു സിമ്പിൾ മെത്തേഡിൽ പറഞ്ഞു തരാം. ഇതാണ് ആക്ച്വൽ ഫോർമുല. ഓക്കെ, ഈ ഒരു ആക്ച്വൽ ഫോർമുല പഠിച്ച് വച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു മെത്തേഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ട്രൂ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് ചോദിക്കുന്നില്ല. ട്രൂ ലെങ്തിന് നമുക്ക് TL എന്ന് എഴുതാം. ട്രൂ ലെങ്തിന് നമുക്ക് TL എന്ന് എഴുതാം. ട്രൂ ലെങ്ത് = W/C ഇൻറ്റു ക്യാപിറ്റൽ L എന്ന് എഴുതാം. ഇവിടെ W എന്ന് പറയുന്നത് റോങ് ലെങ്ത് ഓഫ് ചെയിൻ. റോങ് ലെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്തും വരും. അതുപോലെ തന്നെ എത്ര മീറ്റർ ആണ്, എത്ര ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എത്ര ലെങ്തിലാണ്, അത് ലോങ് ആണോ ഷോർട്ട് ആണോ അതും വരും. ഓക്കെ, ദെൻ C എന്ന് പറയുന്നത് കറക്റ്റ് ലെങ്ത്, അതാണ് സ്റ്റാൻഡേർഡ് ലെങ്ത്, കറക്റ്റ് ലെങ്ത്. L എന്ന് പറയുന്നത് എന്താണ്? L എന്ന് പറയുന്നത് നമ്മുടെ മെഷേർഡ് ലെങ്ത് ആണ്. മെഷേർഡ് ലെങ്തിനെയാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ L മാറ്റിയിട്ട് സ്മോൾ L യൂസ് ചെയ്ത് നിങ്ങൾക്കത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ട്രൂ ലെങ്ത് എന്താണ്? റോങ് ലെങ്ത് ഡിവൈഡ് ബൈ കറക്റ്റ് ലെങ്ത് ഇൻറ്റു എന്താണ്? മെഷേർഡ് ലെങ്ത്. ഇപ്പോൾ W/C ഇൻറ്റു L എന്ന രീതിയിലും പഠിക്കാം. അപ്പോൾ ഈ ഒരു W എന്ന് നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് തന്നെ കിട്ടും. റോങ് ലെങ്ത്.
ഓക്കെ, റോങ് ലെങ്ത് അതായത് സ്റ്റാൻഡേർഡ് ലെങ്തും അതുപോലെ തന്നെ ലോങ് ആണെങ്കിൽ ലോങ് ഉള്ള ഡിസ്റ്റൻസും ഷോർട്ട് ആണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസും. സി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലെങ്ത്, അതായത് ചെയിനിൻ്റെ കറക്റ്റ് സ്റ്റാൻഡേർഡ് ലെങ്ത്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷേർഡ് ലെങ്ത്. ഓക്കെ, ഈ ഒരു രീതിയിൽ പഠിക്കുക. സ്റ്റാൻഡേർഡ് ഫോർമുല ഇതാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് പഠിച്ച് വെച്ചിരിക്കുന്നവരാണെങ്കിൽ അത് തന്നെ പഠിച്ച് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പ്രൈമറി ലൈൻ പ്ലോട്ടഡ് ഓൺ പേപ്പർ ഈസ് കാൾഡ്. പ്രൈമറി ലൈൻ പ്ലോട്ടഡ് ഓൺ പേപ്പർ ഈസ് കാൾഡ്. ഏതാണ് ആൻസർ? ആൻസർ അറിയുന്നവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓപ്ഷനിൽ ടൈ ലൈൻ ഉണ്ട്, ചെക്ക് ലൈൻ ഉണ്ട്, ബേസ് ലൈൻ ഉണ്ട്, ബൗണ്ടറി ലൈൻ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? പ്രൈമറി ലൈൻ പ്ലോട്ടഡ് ഓൺ പേപ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, ബേസ് ലൈൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രൈമറി ലൈൻ പ്ലോട്ടഡ് ഓൺ പേപ്പർ ഈസ് കാൾഡ് ഏതാണ്? ബേസ് ലൈൻ ആണ്. ബേസ് ലൈനിനെ നമുക്ക് വേറെ എന്തോന്ന് പറയാം? ഒരു ലോങ്ങസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? ബേസ് ലൈനാണ്. ലോങ്ങസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ബേസ് ലൈനാണ്. അതുപോലെ ഈ ഒരു ടൈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഓഫ്സെറ്റ് ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ ടൈ ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ ടൈ ലൈൻ എന്ന് പറയുന്നത്. ഇനി ചെക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ ചെക്ക് ലൈനിൻ്റെ മറ്റൊരു പേരെന്താണ്? പ്രൂഫ് ലൈൻ എന്ന് പറയാം. ഓക്കെ, ചെക്ക് ലൈനിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് പ്രൂഫ് ലൈൻ. ഓക്കെ, പ്രൂഫ് ലൈൻ എന്ന് പറയാം. അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആക്യുറസി ചെക്ക് ചെയ്യാനല്ലേ? ആക്യുറസി ചെക്ക് ചെയ്യാനാണ് നമ്മൾ ചെക്ക് ലൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബൗണ്ടറി ലൈൻ നമുക്കറിയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ലൈൻ നോർമൽ ടു എ ലെവൽ സർഫേസ് ഈസ് നോൺ എസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലൈൻ നോർമൽ ടു എ ലെവൽ സർഫേസ് ഈസ് നോൺ എസ്. ഏതാണ് ആൻസർ? അറിയാവുന്നവർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷനിൽ ലെവൽ ലൈൻ ഉണ്ട്, പ്ലംബ് ലൈൻ ഉണ്ട്, ലൈൻ ഓഫ് കോളിമേഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടല്ലേ? ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, പ്ലംബ് ലൈനാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു പ്ലംബ് ലൈനിൻ്റെ മറ്റൊരു പേരെന്താണ്? പ്ലംബ് ലൈനിൻ്റെ മറ്റൊരു പേരാണ് വെർട്ടിക്കൽ ലൈൻ എന്ന് പറയാം. ഓക്കെ, പ്ലംബ് ലൈനിൻ്റെ മറ്റൊരു പേരാണ് നമുക്ക് വെർട്ടിക്കൽ ലൈൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ലെവൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെവൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെവൽ സർഫേസിലെ രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ലൈനിനെയാണ് ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ലെവൽ സർഫേസിലെ 2 പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിലോ, ഹൊറിസോണ്ടൽ സർഫേസിലെ 2 പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്നും പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ സർഫേസിലെ 2 പോയിന്റിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് ഹൊറിസോണ്ടൽ ലൈൻ. അതുപോലെ ലെവൽ സർഫേസിലെ 2 പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ ലൈൻ നോർമൽ ടു എ ലെവൽ സർഫേസ്. ലെവൽ സർഫേസിന് നോർമൽ ആയിട്ടുള്ള ലൈൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? അത് പ്ലംബ് ലൈനാണ്. പ്ലംബ് ലൈനിൻ്റെ മറ്റൊരു പേരാണ് വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ്? ഓക്കെ, പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആൻ അൺനോൺ പോയിന്റ് ക്യാൻ ബി ഫിക്സഡ് ബൈ നോയിങ് ഇറ്റ്സ് ഡയറക്ഷൻസ് ഫ്രം 2 നോൺ പൊസിഷൻ. രണ്ടാമത്തത്, ദ ഹോൾ പ്ലോട്ട് ഈസ് ഡിവൈഡഡ് ഇൻ ടു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ആൻഡ് ട്രപ്പീസിയം, കമ്പ്യൂട്ടിംഗ് ഇൻഡിവിജ്വൽ ഏരിയാസ് ആൻഡ് ആഡിങ് ദീസ് ഏരിയാസ് ടുഗദർ ടു ഗെറ്റ് ദ ഏരിയ ഓഫ് ഹോൾ പ്ലോട്ട്. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ആൻസർ? ഓപ്ഷനിൽ 1 ഓൺലി എന്നുണ്ട്, 2 ഓൺലി, 1 and 2 ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നൺ ഓഫ് ദീസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. കാരണം നമ്മുടെ ആ ഒരു പ്ലെയിൻ ടേബിൾ സർവേയിൽ നമ്മൾ ജനറലായിട്ട് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പാരലലിസം ആണല്ലേ? പാരലലിസം ആണ് നമ്മൾ ജനറലായിട്ട് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിതിൽ ആ ഓപ്ഷനിൽ അത് റിലേറ്റീവ് ഒന്നുമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ആ ഒരു ട്രയാങ്കിൾസ് ആയിട്ട്, അത് നമ്മുടെ ഏതിലാണ്? നമ്മുടെ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏതിലാണ്? സർവേയുടെ ബേസിക് പ്രിൻസിപ്പിളിൽ വരുന്ന ആ ഒരു പോയിന്റ് ആണല്ലേ. നമ്മൾ സർവേയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടാണ്. ഓക്കെ, വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടാണ്. അത് സർവേയുടെ ബേസിക് പ്രിൻസിപ്പിളാണ്. ആ ഒരു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടിൽ നമ്മൾ ആ ഒരു ഹോൾ ഏരിയയിൽ നമ്മൾ കുറേ ട്രയാങ്കിൾസ് ഒക്കെ ആയിട്ട്
ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പോർഷൻ്റെയും ഏരിയ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. ഈ ഒരു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന ആ ഒരു ബേസിക് പ്രിൻസിപ്പിളിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള ആ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു അക്കുമുലേഷൻ ഓഫ് എറർ, പ്രിവെൻറ്റ് അക്കുമുലേഷൻ ഓഫ് എറർ. അതായത് ഇപ്പം നമ്മൾ കുറേ ഒരു ഹോൾ ഏരിയന്, ഇതൊരു വലിയൊരു പ്ലോട്ടാണെന്ന് സങ്കല്പിക്കുക. അവിടെ നമ്മളിങ്ങനെ കുറേ ട്രയാങ്കിൾസ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, കുറേ ട്രയാങ്കിൾസ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ 1 2 3 4 5 അങ്ങനെ നെയിമൊക്കെ കൊടുത്ത് ഓരോ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നതാണ്. സോ എന്ത് പറ്റുന്നത്, ഇവിടെ ഉണ്ടാകുന്ന ഇറർ ഈ ഒരു പോർഷനിൽ ബാധിക്കില്ല. അതാണ് പ്രിവെൻറ്റ് അക്കുമുലേഷൻ ഓഫ് ഇറർ എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ലോക്കലൈസ് ദ ഇറർ എന്ന് പറയാം. ഓക്കെ, ലോക്കലൈസസ് ദ ഇറർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രിവെൻറ്റ് അക്കുമുലേഷൻ ഓഫ് ഇറർ ആണ്, അല്ലെങ്കിൽ ഇറ്റ് ലോക്കലൈസസ് ദ ഇറർ എന്നും പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇറർ ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ് ഇൻ കോമ്പസ് സർവേ? എക്സ്റ്റേണൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ആ ഒരു ഇററാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വേരിയേഷൻ, ഡിക്ലിനേഷൻ, ഇൻകറക്റ്റ് സെൻറ്ററിങ്, ലോക്കൽ അട്രാക്ഷൻ. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 1 and 2, അതായത് വേരിയേഷനും ഡിക്ലിനേഷനും വരും, അതുപോലെ തന്നെ ലോക്കൽ അട്രാക്ഷനും ഇവിടെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ് ടു ദ സെൻറ്റർ ഓഫ് ദ ഐ പീസ് ഈസ് നോൺ ആസ്. ഏതാണ്? ഇതൊക്കെ നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ റെഗുലറായിട്ട് പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഇവിടെ ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ആണ്. ദ ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ് ടു ദ സെൻറ്റർ ഓഫ് ദ ഐ പീസ് ഈസ് നോൺ എസ് ഏതാണ്? ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ചോദ്യം. ടെലിറോമീറ്റർ യൂസസ് ഡാഷ് ഓഫ് ഇ എം സ്പെക്ട്രം. ഓക്കെ, ടെലിറോമീറ്റർ യൂസസ് ഡാഷ് ഓഫ് ഇ എം സ്പെക്ട്രം. ഓപ്ഷനിൽ ലൈറ്റ് വേവ്സ്, റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, ഗാമ റേസ്. ഏതാണ് ആൻസർ? ആൻസർ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ഇവിടെ ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. റേഡിയോ വേവ്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈറ്റ് വേവ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജിഒഡി മീറ്ററിലാണ്. ജിഒഡി മീറ്ററിലാണ് നമ്മൾ ലൈറ്റ് വേവ്സ്, ജിഒഡി മീറ്ററിലാണ് നമ്മൾ ലൈറ്റ് വേവ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫ്രാറെഡ് റൈസ് ഏതിനാണ്? ഇൻഫ്രാറെഡ് റൈസ് നമ്മൾ ഡിസ്റ്റോമീറ്ററിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്റ്റോമീറ്ററിലാണ് നമ്മൾ ഈ ഒരു ജിഒഡി മീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് വേവ്സ് നമ്മൾ ജിഒഡി മീറ്ററിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് റേസ് ഏതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റോമീറ്ററിലാണ്. ദെൻ അതുപോലെ നമ്മൾ ടെലിറോമീറ്റർ നമ്മൾ പൊതുവെ റേഡിയോ വേവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ടെലിറോമീറ്ററിൽ നമ്മൾ റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കറക്റ്റ് സെറ്റ് ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് ടോട്ടൽ സ്റ്റേഷൻ്റെ കോമ്പിനേഷൻ ഏതാണ്? ഓപ്ഷനിൽ തിയോഡലൈറ്റ് EDM ഉണ്ട്, ഇലക്ട്രോണിക് തിയോഡലൈറ്റ് EDM ഉണ്ട്, EDM ആൻഡ് GPS ഉണ്ട്, തിയോഡലൈറ്റ് കോമ്പസ് ഉണ്ട്. ഏതാണ് ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇലക്ട്രോണിക് തിയോഡലൈറ്റും അതുപോലെ തന്നെ EDM ആണ്. ഓക്കെ, ഇലക്ട്രോണിക് തിയോഡലൈറ്റും അതുപോലെ തന്നെ EDM, ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊന്നും തെറ്റിയരുത്, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മിനിമം സാറ്റലൈറ്റ്സ് ആർ ഓപ്പറേഷണൽ ഇൻ ദ കോൺസ്റ്റലേഷൻ ഓഫ് GPS? ഓക്കെ, കോൺസ്റ്റലേഷൻ ഓഫ് GPS മിനിമം സാറ്റലൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മിനിമം സാറ്റലൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ഏതാണോ? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 24 സാറ്റലൈറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 24 എത്ര ഓർബിറ്റിലാണ് അവിടെ വരുന്നത്? 6 ഓർബിറ്റ് ആണല്ലേ, 6 ഓർബിറ്റ് ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു GPSൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? സ്പേസ് സെഗ്മെൻറ്റ്. ഓക്കെ, GPS-ൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് സ്പേസ് സെഗ്മെൻറ്റ്, യൂസർ സെഗ്മെൻറ്റ്, അതുപോലെ തന്നെ കൺട്രോൾ സെഗ്മെൻറ്റ്. ഓക്കെ, സ്പേസ് സെഗ്മെൻറ്റ്, യൂസർ സെഗ്മെൻറ്റ്, കൺട്രോൾ സെഗ്മെൻറ്റ്. ഇത് നമ്മുടെ GPS അതുപോലെ തന്നെ
റിമോട്ട് സെൻസിങ്, അതിലൊക്കെ നമുക്ക് ഈ ഒരു കമ്പണൻസ് ഉണ്ട്, അതൊന്നും മാറിപ്പോകരുത്, അതൊക്കെ നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അതൊക്കെ അതൊക്കെ തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകാം. സോ അത് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. GPS-ൻ്റെതാണ് നമ്മൾ സ്പേസ് യൂസർ കൺട്രോൾ, സ്പേസ് സെഗ്മെൻറ്റ്, യൂസർ സെഗ്മെൻറ്റ്, കൺട്രോൾ സെഗ്മെൻറ്റ്. ഓക്കെ, ഇത് നമുക്ക് മുന്നത്തെ ഈ ഒരു ക്വസ്റ്റനിൽ ഞാൻ പറഞ്ഞു ഈ ഒരു ടോട്ടൽ സ്റ്റേഷൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് തിയോഡലൈറ്റും EDM എന്നാണ് EDM എന്ന് പറഞ്ഞല്ലേ. ഇനി ഇതിൻ്റെ ഈ ഒരു ടോട്ടൽ സ്റ്റേഷനെ നമുക്ക് മറ്റൊരു പേരിൽ പറയാം. ഈ ഒരു ടോട്ടൽ സ്റ്റേഷൻ നമുക്ക് ഓൾസോ നോൺ ആസ് ഇലക്ട്രോണിക് ടാക്യോമീറ്റർ എന്നും പറയാം. ഓക്കെ, ഇലക്ട്രോണിക് ടാക്യോമീറ്റർ എന്നും നമുക്ക് ഈ ഒരു ടോട്ടൽ സ്റ്റേഷനെ പറയാം. ഇലക്ട്രോണിക് ടാക്യോമീറ്റർ എന്ന് പറയാം. ഈ ഒരു ടോട്ടൽ സ്റ്റേഷൻ നമ്മൾ എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റൻസും ആംഗിൾ മെഷർ ചെയ്യാനല്ല, ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ആംഗിൾ മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുക. എന്താണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് EDM ആണ്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു പേരെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ടാക്യോമീറ്റർ ആണ്. ദെൻ എന്തിനാണ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റൻസും ആംഗിളുമാണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം 10ാമത്തെ ചോദ്യം. ഹൗ മെനി മെറിഡിയൻസ് ആർ യൂസ്ഡ് ഇൻ സർവേ? സർവേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറിഡിയൻസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 6 ഉണ്ട്, 8 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഓക്കെ, ഓപ്ഷൻ C ആണ്. 3 മെറിഡിയനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ട്രൂ മെറിഡിയൻ നമ്മൾ പറയുന്നുണ്ട്, ട്രൂ മെറിഡിയൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് മെറിഡിയൻ പറയുന്നുണ്ട്, ദെൻ ആർബിട്രറി മെറിഡിയൻ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 3 മെറിഡിയൻസ് ആണ് നമ്മൾ സർവേയിൽ യൂസ് ചെയ്യുന്നത്. ട്രൂ മെറിഡിയൻ, മാഗ്നറ്റിക് മെറിഡിയൻ, അതുപോലെ തന്നെ ആർബിട്രറി മെറിഡിയൻ. ഓക്കെ, ഇതിന് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് എക്സ്പ്രഷൻ ഈസ് കറക്റ്റ് ടു കാൽക്കുലേറ്റ് ദ കറക്ഷൻ ഓഫ് കർവേച്ചർ ഇൻ ലെവലിംഗ്? ഓക്കെ, അവിടെ പറയുന്നത് D ഈസ് ദ ഡിസ്റ്റൻസ് സൈറ്റഡ് മെഷർഡ് ഇൻ കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് എക്സ്പ്രഷൻ ഈസ് കറക്റ്റ് കാൽക്കുലേറ്റ് ദ കറക്ഷൻ ഓഫ് കർവേച്ചർ ആണ്. കറക്ഷൻ ഓഫ് കർവേച്ചർ ആണ്. ഇവിടെ ഏതാണ് ആൻസർ? അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻസർ അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുക. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ഓക്കെ, ഓപ്ഷൻ B ആണ്. 0.07849 D സ്ക്വയർ മീറ്റർ ആണ്. D സ്ക്വയർ മീറ്റർ ആണ്. D സ്ക്വയർ മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ B ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ലൈൻസ് ഫോർ ഡംബി ലെവൽ. ഓക്കെ, ദ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ലൈൻസ് ഇൻ ഡംബി ലെവലിലുള്ള ആ ഒരു ഫണ്ടമെൻ്റൽ ലൈൻസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ കമൻറ്റ് ചെയ്യുക. അറിയാം, ഞാൻ ഈ ആൻസർ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഓക്കെ, ഓപ്ഷൻ C ആണ്. 4 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ്? ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ഉണ്ട്. ഓക്കെ, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ഉണ്ട്, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്, അതുപോലെ തന്നെ ഏതുണ്ട്? ലൈൻ ഓഫ് കോളിമേഷൻ. ഓക്കെ, ലൈൻ ഓഫ് കോളിമേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ഉണ്ട്. ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ലൈൻസ് ഫോർ ഡംബി ലെവൽ ഏതൊക്കെയാണ്? 4 ഉണ്ട്. വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ഉണ്ട്, ദെൻ ലൈൻ ഓഫ് കോളിമേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. ദ ബാക്ക് സൈഡ് റീഡിംഗ് ഓൺ ബെഞ്ച് മാർക്ക് ഓഫ് RL 500 meter ഈസ് 2.685 meter. If foresight reading on a point is 1.345 meter, the reduced level of the point ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. നമുക്കറിയാം ഈ ഒരു ഗ്രേഡ് 1 എക്സാമിനൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്, അതുപോലെ ഗ്രേഡ് 2 എക്സാമിനും ചില സിമ്പിൾ പ്രോബ്ലംസൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് ബാക്ക് സൈറ്റ് RL തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോർസൈറ്റും തന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു റെഡ്യൂസ്ഡ് ലെവൽ, ആ ഒരു പോയിന്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവലാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാണ്. നമുക്ക് ആദ്യം ഇവിടെ HI കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, HI കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? RL. ഓക്കെ, RL പ്ലസ് BS ചെയ്യുക, RL പ്ലസ് BS ചെയ്യുക. സോ ഇവിടെ എത്ര വരും? 500. ഓക്കെ, 500 പ്ലസ് 2.685 വരും. 500 പ്ലസ് 2.685 വരും. ദെൻ നമുക്കവിടെ അപ്പോൾ എത്ര കിട്ടും? 502.685 കിട്ടും. ദെൻ നമുക്ക് RL, ആ ഒരു റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് പോയിന്റ് കണ്ടുപിടിക്കാൻ
എന്ത് ചെയ്യുക, RL കാണാനായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് HI മൈനസ് എന്ത് ചെയ്യുക, ഫോർസൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ കിട്ടും. സോ ഈ ഒരു 502.685 മൈനസ് 1.345 ഇവിടെ റെഡ്യൂസ്ഡ് ഫോർസൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഫോർസൈറ്റ് എന്ന് പറയുന്നത് 1.345 ആണ്. സോ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 501.340 എന്ന് വരും. സോ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് 2-3 ക്വസ്റ്റ്യൻസിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. സോ ഒരു മാർഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അറിയാത്തവരാണെങ്കിൽ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർമിസിബിൾ ക്ലോസിംഗ് ഇറർ ഫോർ റഫ് ലെവലിംഗ് ഈസ് ഡാഷ് വെയർ ഇ is the error in millimeter and k the distance in kilometer. ഓക്കെ, പെർമിസിബിൾ ക്ലോസിംഗ് എറർ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണോ, ആൻസർ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. E = +or-96 96√k ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, റഫ് ലെവലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റഫ് ലെവലിംഗ് വരുമ്പോൾ ഈ ഒരു ആൻസർ ആണ് വരുന്നത്. E = +or-96√k ആണ്. ഇനി ആക്യുറേറ്റ് ലെവലിംഗ് വരുമ്പോഴാണെങ്കിലോ, ആക്യുറേറ്റ് ലെവലിംഗ് വരുമ്പോഴാണെങ്കിൽ ഇതാണ് വരുന്നത്. ആക്യുറേറ്റ് ലെവലിംഗിൽ വരുന്നത് +or-12√k ആണ്. ഓക്കെ, +or-12√k ആണ്. ഇനി മീഡിയം ആണെങ്കിലാണ് ഈ ഒരു +or-24√k വരുന്നത്. ഓക്കെ, അപ്പം റഫ് ലെവലിംഗ് ആണെങ്കിൽ ഏതാണ് വരുന്നത്, E = +or-96√k ആണ്. ആക്യുറേറ്റ് ലെവലിംഗ് ആണെങ്കിൽ +or-12√k 12√k ആണ്. ഇനി അതുപോലെ തന്നെ മീഡിയം ആണെങ്കിൽ +or-24√k ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു, ഏതാണ്, കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു. ആൻസർ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ഓപ്ഷൻസ് സ്കെയിൽ ഓഫ് ദ മാപ്പ്, ഫണ്ട് അവൈലബിൾ, പർപ്പസ് ഓഫ് മാപ്പ്, ആൾ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, സ്കെയിൽ ഓഫ് മാപ്പ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏതാണ്, സ്കെയിൽ ഓഫ് മാപ്പ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ തിയോഡലൈറ്റ് ദ ലൈൻ ഓഫ് കോളിമേഷൻ ഈസ്. ഓക്കെ, തിയോഡലൈറ്റ് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷനിൽ പാരലൽ ടു ദ ആക്സിസ് ഓഫ് പ്ലാറ്റ് ലെവൽ, അതുപോലെ പാരലൽ ടു ദ വെർട്ടിക്കൽ ആക്സിസ്, പെർപെൻഡിക്കുലർ ടു ദ ട്രണ്ണിയൻ ആക്സിസ്, പാരലൽ ടു ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഏതാണ് ആൻസർ കമൻറ്റ് ചെയ്യാം. ആൻസർ ഏതാണ്, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, പെർപെൻഡിക്കുലർ ടു ദ ട്രണ്ണിയൻ ആക്സിസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ തിയോഡലൈറ്റ് ദ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ട്രണ്ണിയൻ ആക്സിസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ റെയിൽവേ ആൻഡ് ഹൈവേ വർക്ക് ദ ആംഗിൾ മെഷേർഡ് ഫോർ ദ സെറ്റിംഗ് ഔട്ട് വർക്ക് ഈസ്. ഓക്കെ, റെയിൽവേസിനും അതുപോലെ തന്നെ ഹൈവേ വർക്കിനൊക്കെ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത് ഏത് സെറ്റിംഗ് ഔട്ട് ചെയ്തിട്ടാണ്. ആൻസർ ഏതാണോ, ആൻസർ ഓപ്ഷനിൽ ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ട്, എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്, ഡിഫ്ലക്ഷൻ ആംഗിൾ ഉണ്ട്, ഹൊറിസോണ്ടൽ ആംഗിൾ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ആൻസർ ഏതാണ്, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെയിൽവേസിനും ഹൈവേസിനൊക്കെ നമ്മൾ ആംഗിൾ മെഷർ ഏത് ആംഗിളാണ് മെഷർ ചെയ്യുന്നത്, അവിടെ ഡിഫ്ലക്ഷൻ ആംഗിളാണ് നമ്മളവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷനിൽ ആ ഒരു ഒപ്റ്റിക്കൽ പ്ലമ്മറ്റിൻ്റെ യൂസ് ഏതെന്നാണ് പറയുന്നത്. ഏതാണ് ആൻസർ കമൻറ്റ് ചെയ്യാം. ഓപ്ഷൻ വരുന്നത് ഫോക്കസിങ്, ഓറിയൻറ്റേഷൻ, പ്രിസൈസ് ലെവലിംഗ്, പ്രിസൈസ് സെൻറ്ററിങ്. ഓക്കെ, ആൻസർ ഏതാണ്, പ്ലമ്മറ്റ്, ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് ടോട്ടൽ സ്റ്റേഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പ്രിസൈസ് സെൻറ്ററിങ്. ഓക്കെ, പ്രിസൈസ് സെൻറ്ററിങ് ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഡെവലപ്ഡ് ദ GPS. ഓക്കെ, GPS ആര് ഡെവലപ്പ് ചെയ്തതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കമൻറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക്. ഓപ്ഷൻ വരുന്നത് USA, ഇന്ത്യ, റഷ്യ, ഇറ്റലി. ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, USA ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20ാമത്തെ ചോദ്യം. ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഒബ്സ്റ്റാക്കിൾ ഇൻ ചെയിനിങ്
where chaining is, sorry, obstacle in changing where chaining is free and vision obstructed. ഓക്കെ, ചെയിനിങ് ഈസ് ഫ്രീ ആണ്, വിഷൻ അവിടെ ഒബ്സ്ട്രാക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ഏതാണടാ? ഓപ്ഷനിൽ പോണ്ടുണ്ട്, റിവറുണ്ട്, ഹില്ലുണ്ട്, ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ഹില്ലാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഏതാണ് വരുന്നത്? ബിൽഡിംഗ് ആണെങ്കിൽ ബോത്ത് ചെയിനിങ് ആൻഡ് വിഷൻ. ഓക്കെ, ബോത്ത് ചെയിനിങ് ആൻഡ് വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആണ് നമ്മൾ ബിൽഡിംഗ് വരുന്നത്. അതുപോലെ തന്നെ ഓൺലി ചെയിനിങ് ആണെങ്കിൽ ഏത് വരും? വാട്ടർ ബോഡീസ് ആണ് വരുന്നത്. ഓൺലി ചെയിനിങ് ആണെങ്കിൽ വാട്ടർ ബോഡീസും ഡിപ്രഷനും വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയിനിങ് ഫ്രീ എന്ന് പറയുന്നുണ്ട്, വിഷനാണ് ഒബ്സ്ട്രക്റ്റഡ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി, ഹില്ലാണ് വരുന്നത്. ഓക്കെ, അപ്പം ചെയിനിങ്ങും അതുപോലെ തന്നെ വിഷനും ഒബ്സ്ട്രക്റ്റഡ് ആണെങ്കിൽ അത് ബിൽഡിങ്ങിലാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അതുപോലെ വാട്ടർ ബോഡീസ് എക്സാമ്പിൾ വരുന്നത് ഓൺലി ചെയിനിങ് മാത്രമായിരിക്കും നമുക്ക് അവിടെ ഒബ്സ്ട്രക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കമ്മ്യൂട്ടേഷൻ ഓഫ് ഏരിയ ദ റൂൾ ഇൻ വിച്ച് ദ ടോട്ടൽ നമ്പർ ഓഫ് കോഓർഡിനേറ്റ് മസ്റ്റ് ബി ഓഡ്. ഓക്കെ, ആ ഒരു ഏരിയ കാൽക്കുലേഷൻ വരുന്നതാണ് നമ്പർ ഓഫ് കോഓർഡിനേറ്റ് മസ്റ്റ് ബി ഓഡ് വരുന്നത് ഏതിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ആൻസർ? അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ഓപ്ഷനിൽ ആവറേജ് ഓർഡിനേറ്റർ റൂളുണ്ട്, അതുപോലെ തന്നെ സൈമൺസ് റൂളുണ്ട്, മിഡ് ഓർഡിനേറ്റർ റൂളുണ്ട്, ട്രപ്പീസോയിഡൽ റൂളുണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, സൈമൺസ് റൂളാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ട്രപ്പീസോയിഡിൽ ഈച്ച് സെക്ഷൻസ് നമ്മൾ ആ ഒരു ട്രപ്പീസോയിഡിലാണ് എടുക്കാറുള്ളത്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ആ ഒരു നമ്പർ ഓഫ് കോഓർഡിനേറ്റ് ഓഡ് നമ്പറാക്കി എടുക്കുന്നത് സൈമൺസ് റൂളിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ബിയറിംഗ് ഓഫ് എ ലയൺ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ പ്രോഗ്രസ് ഓഫ് സർവേ. ഓക്കെ, ബിയറിംഗ് ഓഫ് ദ ലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രോഗ്രസ് ഓഫ് സർവേ ഏതാണ്? ഓപ്ഷനിൽ ട്രൂ ബിയറിംഗ് ഉണ്ട്, ബാക്ക് ബിയറിംഗ് ഉണ്ട്, മാഗ്നറ്റിക് ബിയറിംഗ് ഉണ്ട്, ഫോർ ബിയറിംഗ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? സിമ്പിളാണ്, ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫോർ ബിയറിംഗ് ആണ്. ഫോർ ബിയറിംഗ് ആണ് ആ ഒരു പ്രോഗ്രസ് ഓഫ് സർവേയുടെ ഡയറക്ഷനിൽ നമ്മൾ എടുക്കുന്നത് ഏതാണ്? ഫോർ ബിയറിംഗ് ആണ്. ഫോർ ബിയറിംഗ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് എ ലയൺ ഈസ് 165 ഡിഗ്രി. ഇറ്റ്സ് റെഡ്യൂസ്ഡ് ബിയറിംഗ്. ഓക്കെ, റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ് നമുക്കവിടെ കാണേണ്ടത്. ഇവിടെ നമുക്ക് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു ക്വാഡ്രന്റ് വരയ്ക്കാം. ഇവിടെ നമുക്ക് എന്താണ് നോർത്ത്, സൗത്ത്, അതുപോലെ തന്നെ ഈസ്റ്റ്, വെസ്റ്റ് എഴുതാം. അതുപോലെ തന്നെ ഇത് 0 ഡിഗ്രിയാണ്. ഇത് 0 ഡിഗ്രി. ഓക്കെ, 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, അതുപോലെ 270 ഡിഗ്രി, 360 ഡിഗ്രി. ഓക്കെ, ഇവിടെ നമുക്ക് പറയുന്നത് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ്. ഹോൾ സർക്കിൾ ബിയറിംഗ് എങ്ങനെയാണ്? 165 ഡിഗ്രിയാണ് വരുന്നത്. സോ ഈ ഒരു ലൈൻ, ഓക്കെ, ഇത്രയും ആംഗിൾ ആയിരിക്കും എത്രയെന്ന് പറയുന്നത്? 165 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റെഡ്യൂസ്ഡ് ബിയറിംഗ് സൗത്തിൽ നിന്ന് ഈസ്റ്റിലോട്ടായിരിക്കും. സോ ഇവിടെ ആൻസർ ഏതാണ്ടാ? ആൻസർ ഏതാണ്? നമുക്കിവിടെ ഈ ഒരു 180 നിന്ന് 65 കുറയ്ക്കുമ്പോഴത്തേക്കും 15 കിട്ടും. സൗത്ത് 15 ഡിഗ്രി ഈസ്റ്റ് ആണ് ആൻസർ. സൗത്ത് 15 ഡിഗ്രി ഈസ്റ്റ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൊറിസോണ്ടൽ ആംഗിൾ വിച്ച് ദ മാഗ്നറ്റിക് മെറിഡിയൻ മേക്ക് വിത്ത് ദ ട്രൂ മെറിഡിയൻ. ഓക്കെ, ദ ഹൊറിസോണ്ടൽ ആംഗിൾ വിച്ച് ദ മാഗ്നറ്റിക് മെറിഡിയൻ മേക്ക് വിത്ത് ദ ട്രൂ മെറിഡിയൻ ഈസ് നോൺ ആസ്. ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷനിൽ ഡിപ്പുണ്ട്, ഡീക്ലിനേഷൻ ഉണ്ട്, ലോക്കൽ അട്രാക്ഷൻ ഉണ്ട്, ക്ലോസിംഗ് എറർ ഉണ്ട്. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ കമൻറ്റ് ചെയ്യുക അറിയുന്നവർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, ഡീക്ലിനേഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഡീക്ലിനേഷനിൽ നമ്മൾ ഡീക്ലിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ ആംഗിൾ വിച്ച് മാഗ്നറ്റിക് മെറിഡിയൻ മേക്ക് വിത്ത് ട്രൂ മെറിഡിയൻ ആണ്. അതായത് മാഗ്നറ്റിക് മെറിഡിയനും ട്രൂ മെറിഡിയനും തമ്മിലുള്ള ആ ഒരു ആംഗിൾ, ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് നമ്മൾ ഡീക്ലിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മാഗ്നറ്റിക് നീഡിലിൻ്റെ ഇൻക്ലിനേഷൻ ആണ് നമ്മൾ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടലിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആ ഒരു മാഗ്നറ്റിക് നീഡിലിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണോ അതിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പറയേണ്ട രണ്ട് ടേമാണ് ഐസോക്ലിനിക് ലൈനും അക്ലിനിക്കും. ഓക്കെ, ഐസോക്ലിനിക്കും അക്ലിനിക്കും. ഓക്കെ, ഐസോക്ലിനിക്കും എന്താണ്? അക്ലിനിക്കും. ഐസോക്ലിനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോക്ലിനിക് എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് ഡിപ്പ് സെയിം വാല്യൂ വരുന്ന പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ഐസോക്ലിനിക് എന്ന് പറയുന്നത്. ഇനി അക്ലിനിക് ആണെങ്കിൽ സീറോ മാഗ്നറ്റിക് ആണ്. ഓക്കെ, സീറോ മാഗ്നറ്റിക് ഡിപ്പ് വരുന്ന പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ അക്ലിനിക് ലൈൻ എന്ന് പറയുന്നത്. ഇനി സെയിം മാഗ്നറ്റിക് ഡിപ്പ് വരുന്ന പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഐസോക്ലിനിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഡിപ്പ് നമ്മുടെ ഇക്വേറ്ററിന് അടുത്താണെങ്കിൽ, ഈ ഒരു ഡിപ്പിൻ്റെ വാല്യൂ ആണ് പറയുന്നത്, ഡിപ്പ് ഇക്വേറ്ററിന് അടുത്താണെങ്കിൽ അവിടെ എത്രയായിരിക്കും വാല്യൂ? 0 ആയിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും. ഇനി പോൾസിലാണെങ്കിൽ അത് എത്രയായിരിക്കും? അവിടെ ഡിപ്പിൻ്റെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കുക. നമ്മുടെ ഈ ഒരു ഡിപ്പ് നമ്മുടെ ഇക്വേറ്ററിന് നിയർ ഇക്വേറ്റർ ആണെങ്കിൽ അവിടുത്തെ 0 ഡിഗ്രി ആയിരിക്കും, പോൾസിന് അടുത്താണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഡിപ്പൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിളിംഗ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഇൻആക്സസിബിൾ പോയിന്റ്. ഓക്കെ, ഏതാണ്? ആൻസർ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. The method of plane table used for locating the distant and inaccessible point. Inaccessible point നമ്മൾ ലൊക്കേറ്റ് ചെയ്തതാണ്. ഓപ്ഷനിൽ റിസക്ഷൻ ഉണ്ട്, ട്രാവേഴ്സിംഗ് ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ഇൻ്റർസെക്ഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ആക്സസിബിൾ പോയിന്റ്സിലാണെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? റേഡിയേഷൻ ആണല്ലേ. ആക്സസിബിൾ പോയിന്റ്സിനാണ് നമ്മൾ റേഡിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി റിസക്ഷൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റിസക്ഷൻ നമുക്ക് അറിയാവുന്ന കുറച്ച് പോയിന്റിന് റെഫറൻസ് വെച്ചിട്ട് അറിഞ്ഞൂടാത്ത പോയിന്റ്സിന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് റിസക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കുറച്ച് പോയിന്റ്സ്, സം നോൺ റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ അൺനോൺ ലൊക്കേഷന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിസക്ഷൻ എന്ന് പറയുന്നത്. ഇനി ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൊക്കേറ്റിംഗ് നോൺ പൊസിഷൻ, നമുക്കറിയാവുന്ന പൊസിഷൻ തന്നെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് മാറിപ്പോലെ ഇപ്പം ഈ ഒരു ഇന്നാക്സസിബിൾ പോയിന്റ്സിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനാണ്, ഇന്നാക്സസിബിൾ പോയിന്റ്സിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഇൻ്റർസെക്ഷൻ യൂസ് ചെയ്യുന്നത്. ആക്സസിബിൾ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ റേഡിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി റിസക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രണ്ട് പോയിന്റിനെ വെച്ചിട്ട് പോയിന്റിന് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് അറിഞ്ഞൂടാത്ത പോയിന്റിൽ ലൊക്കേറ്റ് ചെയ്യുന്നതിനാണ് എന്തോന്ന് പറയുന്നത്? റിസക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിസക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The accessory of a plane table used for centering. ഏതാണ്? സെൻറ്ററിങ്ങിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷനിൽ യു ഫ്രെയിം ഉണ്ട്, അലിഡൈഡ് ഉണ്ട്, ട്രഫ് കോമ്പസ് ഉണ്ട്, സ്പിരിറ്റ് ലെവൽ ഉണ്ട്. ഓക്കെ, ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, യു ഫ്രെയിം ആണ്. സെൻറ്ററിങ്ങിൽ നമ്മൾ പ്ലെയിൻ ടേബിളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് യു ഫ്രെയിം ആണ്. ഈ യു ഫ്രെയിമിൻ്റെ മറ്റൊരു പേരാണ് പ്ലംബിംഗ് ഫോർക്ക് എന്ന് പറയും. ഓക്കെ, പ്ലംബിംഗ് ഫോർക്ക് എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഒരു അലിഡൈഡ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പോയിന്റ്സിനെ സൈറ്റ് ചെയ്യാനാണ് അല്ലേ നമ്മൾ അലിഡൈഡ് യൂസ് ചെയ്യുന്നത്. അലിഡൈഡ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പോയിന്റ്സിനെ നമ്മൾ സൈറ്റ് ചെയ്യാനാണ് നമ്മൾ അലിഡൈഡ് യൂസ് ചെയ്യുന്നത്. ഇനി ട്രഫ് കോമ്പസ് ആണെങ്കിലോ ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ മാഗ്നറ്റിക് നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യാനാണ് നമ്മൾ ട്രഫ് കോമ്പസ്. ഓക്കെ, ഡയറക്ഷൻ മാർക്ക് ചെയ്യാനാണ് ആ ഒരു മാഗ്നറ്റിക് നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യാനാണ് നമ്മൾ ട്രഫ് കോമ്പസ് യൂസ് ചെയ്യുന്നത്. സ്പിരിറ്റ് ലെവലിലാണെങ്കിലോ സ്പിരിറ്റ് ലെവലിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹൊറിസോണ്ടാലിറ്റി ചെക്ക് ചെയ്യാനല്ലേ. ഹൊറിസോണ്ടാലിറ്റി ചെക്ക് ചെയ്യാനാണ് നമ്മൾ സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം യു ഫ്രെയിം അല്ലെങ്കിൽ പ്ലംബിംഗ് ഫോർക്ക് എന്ന് പറയാം. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെൻറ്ററിങ്ങിനാണ്. അലിഡൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അലിഡൈഡ് നമ്മൾ പോയിന്റ്സിനെ സൈറ്റ് ചെയ്യാനാണ് നമ്മൾ അലിഡൈഡ് യൂസ് ചെയ്യുന്നത്. ട്രഫ് കോമ്പസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ മാഗ്നറ്റിക് നോർത്ത് ആ ഒരു ഡയറക്ഷൻ ഷീറ്റിലോട്ട് നമ്മൾ ഡ്രോയിങ് ഷീറ്റിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യാനാണ് ട്രഫ് കോമ്പസ് യൂസ് ചെയ്യുന്നത്. സ്പിരിറ്റ് ലെവലിലാണെങ്കിലോ ഹൊറിസോണ്ടാലിറ്റി ചെക്ക് ചെയ്യാനാണ് നമ്മൾ നമ്മുടെ സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27ാമത്തെ ചോദ്യം. ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദ ഒബ്ജക്റ്റ് ഗ്ലാസ് ടു ദ സെൻറ്റർ ഓഫ് ദ ഐ പീസ് ഇൻ ടെലസ്കോപ്പ് ഈസ് ടേംഡ് ആസ്. ഏതാണ്? ഓപ്ഷനിൽ ലൈൻ ഓഫ് കോളിമേഷൻ ഉണ്ട്, ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ഉണ്ട്, ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ഉണ്ട്, വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ആണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ചോദ്യം. ദ കറക്ഷൻ ഫോർ കർവേച്ചർ ഇൻ മീറ്റർ. അതിൻ്റെ വാല്യൂ ഏതാണ്? ആൻസർ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ഏതാണ് ആൻസർ? ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, 0.0
0785d² ആണ് കറക്ഷൻ ഫോർ കർവേച്ചർ എന്ന് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു 0.112d² ഏതാണ്? അത് കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ ആണ്. അതുപോലെ 0.0673d² ഏതാണ് വരുന്നത്? കമ്പൈൻഡ് കറക്ഷൻ ആണല്ലേ, കമ്പൈൻഡ് കറക്ഷൻ. ഓക്കെ, കമ്പൈൻഡ് കറക്ഷൻ ആണ് 0.0673d² വരുന്നത്. അതുപോലെ 0.112d² വരുന്നത് റിഫ്രാക്ഷൻ ആണ്. അതുപോലെ കറക്ഷൻ ഫോർ കർവേച്ചറിനാണ് ഓപ്ഷൻ ഡി വരുന്നത് 0.085d². ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process of spacing the contour proportionally between the plotted ground point is known as. ഏതാണ്? The process of spacing the contour proportionally between the plotted ground point is known as. ഏതാണ്? ഓപ്ഷനിൽ ഇന്റർപോളേഷൻ ഉണ്ട്, ഓറിയന്റേഷൻ ഉണ്ട്, ക്രോസ് സെക്ഷനിങ് ഉണ്ട്, പ്രൊഫൈൽ ലെവലിംഗ് ഉണ്ട്. ഓക്കെ, ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, ഇന്റർപോളേഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ദ പ്രോസസ് ഓഫ് സ്പേസിംഗ് ദ കോണ്ടൂർ പ്രൊപ്പോർഷണലി ബിറ്റ്വീൻ ദ പ്ലോട്ടഡ് ഗ്രൗണ്ട് പോയിന്റ്സ് എന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് ഇന്റർപോളേഷൻ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 30ാമത്തെ ചോദ്യം. ദ പ്രോസസ് ഓഫ് ടേണിംഗ് ദ ടെലസ്കോപ്പ് ഓവർ ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ 180 ഡിഗ്രി ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻ തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗ്. ഏതാണ്? പ്രോസസ് ഓഫ് ടേണിംഗ് ടെലസ്കോപ്പ് ഓവർ ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ 180 ഡിഗ്രി ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ഓപ്ഷൻസ് വരുന്നത് സ്വിങ്ങിങ്, ചേഞ്ചിങ് ഫേസ്, ട്രാൻസിറ്റിംഗ്, സെൻറ്ററിങ്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ട്രാൻസിറ്റിംഗ് ആണ്. ഓപ്ഷൻ സി ആണ്, ട്രാൻസിറ്റിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ട്രാൻസിറ്റിങ്ങിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് റിവേഴ്സിംഗ് എന്ന് പറയാം. ഓക്കെ, റിവേഴ്സിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ പ്ലഗിങ് എന്ന് പറയാം. റിവേഴ്സിംഗ് അല്ലെങ്കിൽ പ്ലഗിങ് എന്ന് നമുക്ക് ഈ ഒരു ട്രാൻസിറ്റിങ്ങിനെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് ഓവർ ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ 180 ഡിഗ്രി ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ എന്നാണ് പറയുന്നത്. സോ ട്രാൻസിറ്റിംഗ് ആണ് ആൻസർ. ഇനി സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ആർ നെഗറ്റീവ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നെഗറ്റീവ് വരുന്നത് ഏത് ക്വാഡ്രന്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലാണ് ആ ഒരു ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നെഗറ്റീവ് വരുന്നത്. അത് നമുക്ക് ആ ഒരു ക്വാഡ്രന്റ് വരച്ച് നോക്കാം. ഇവിടെ ഇത് നോർത്താണ്, അതുപോലെ സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഈ ഒരു നോർത്ത് ഈസ്റ്റിൽ നമുക്കിവിടെ ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവും അതുപോലെ തന്നെ ഡിപ്പാർച്ചറും പോസിറ്റീവാണ്. ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും പോസിറ്റീവ് വരുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. അതുപോലെ സൗത്ത് ഈസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവും ഡിപ്പാർച്ചർ പോസിറ്റീവാണ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവും ഡിപ്പാർച്ചർ പോസിറ്റീവും ഏതിലാണ്? സൗത്ത് ഈസ്റ്റിലാണ്. ഇനി സൗത്ത് വെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലാറ്റിറ്റ്യൂഡും നെഗറ്റീവാണ്, ഡിപ്പാർച്ചറും നെഗറ്റീവാണ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡും നെഗറ്റീവാണ്, ഡിപ്പാർച്ചറും നെഗറ്റീവ് ആവുന്നത് ഏതിലാണ്? സൗത്ത് വെസ്റ്റിലാണ്. ഇനി നോർത്ത് വെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവും ഡിപ്പാർച്ചർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവും ഡിപ്പാർച്ചർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങളിങ്ങനെ ക്രോസ് ചെയ്ത് പഠിച്ചാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഇതിനും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of multiplying constant in a tachyometer is usually kept. അപ്പം ആ ഒരു ടാക്യോമീറ്ററിൽ നമ്മൾ ആ ഒരു മൾട്ടിപ്ലൈങ് കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ ഒരു മൾട്ടിപ്ലൈങ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ 50 ഉണ്ട്, 0 ഉണ്ട്, 100 ഉണ്ട്, 200 ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, 100 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു ഫോർമുല നോക്കിയാലോ. ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു KS+C എന്നാണ് ഫോർമുല പറയുന്നത്. KS+C ആണ്. ഇവിടെ ഈ ഒരു K ആണ് നമ്മൾ മൾട്ടിപ്ലൈങ് കോൺസ്റ്റൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്ലൈങ് കോൺസ്റ്റൻ്റ് ആയിട്ട് K ആണ് പറയുന്നത്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ്. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റിനെയാണ് നമ്മൾ എസ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ സി ആണെങ്കിലോ, സി എന്താണ്? സി എന്ന് പറഞ്ഞാൽ അഡിക്റ്റീവ് കോൺസ്റ്റൻ്റ് ആണല്ലേ. അഡിക്റ്റീവ് കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ സി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു മൾട്ടിപ്ലൈങ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് K ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? അത് നമ്മൾ 100 ആണ് നമ്മളതിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, K= നമ്മൾ 100 ആക്കിയാണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്
ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ് സർവേയിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മളതിനെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നമുക്ക് ഓവർസിയർ എക്സാംസ് ഒക്കെ വരെയാണ്. സോ നിമി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, നിമിയിലുള്ള അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസൊക്കെ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ 59 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. ഒരു ഡെമോ വീഡിയോസ് എന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് എല്ലാവർക്കും പബ്ലിക് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്കത് യൂസബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 59 രൂപ കൊടുത്ത് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ മെക്കാനിക്കൽ ക്ലാസ്സൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം PSC നമ്മുടെ ഈ ഒരു ടെക്നിക്കൽ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഓവർസിയർ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ഒരു വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.